ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദിമല്ലു ബാങ്കർ. അപ്പോൾ SBI ക്ലർക്ക് എക്സാമിന് വേണ്ടി എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇനിയുള്ള ടൈം വളരെ ക്രൂഷ്യലാണ്. സോ മോക്സിൻ്റെ എണ്ണവും അതുപോലെ തന്നെ അനാലിസിസ് ചെയ്യുന്നതും എല്ലാം പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുക. ടൈം ബൗണ്ടിനുള്ളിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഒരു നൈറ്റ്മെയർ ആണ്. കാരണം ഇംഗ്ലീഷ് നമ്മൾ 30 അറ്റംപ്റ്റ് ചെയ്യും, ബട്ട് അതിൽ ആക്യുറസിയോടുകൂടി ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 90 അറ്റംപ്റ്റ് ഉള്ള ഒരാളുടെ ആണെങ്കിലും ഒരു 10-12 നെഗറ്റീവ്സ് ഒക്കെ ഇംഗ്ലീഷിന് സാധാരണ വരുന്നത് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രശ്നത്തിനെ എങ്ങനെ സോൾവ് ചെയ്യാം, ഇനിയുള്ള ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ എങ്ങനെ നല്ല 20+ എബവ് മാർക്സ് സ്കോർ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും സ്കോർസ് എന്ന് പറയുന്നത് 20ക്ക് താഴെ ആവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ക്ലറിക്കൽ ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അത്രയും ടഫ് ആയിരിക്കുകയില്ല. എന്നാൽ പോലും എങ്ങനെയാണ് ഇംഗ്ലീഷിനെ നല്ല രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്ന് ഞാൻ പറയാം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതലും RCസിന് പ്രാക്ടീസ് കൂടുതലും ചെയ്യുക. RC എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു RCയുടെ ആ ഒരു പാസേജ് വായിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ആ ഒരു നമ്മുടെ റീഡിങ് ഹാബിറ്റ് തന്നെ ഇമ്പ്രൂവ് ആവുകയാണ്. അപ്പോൾ ആ ഒരു കോംപ്രഹെൻഷൻ അത് വായിച്ച് മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ ഡീകോഡ് ചെയ്തെടുക്കാനുള്ള ആ കപ്പാസിറ്റി തന്നെ ഇമ്പ്രൂവ് ആവുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ആ ഒരു പാസേജസ് റീഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ആ കൂടെ തന്നെ ഗ്രാമർ റൂൾസ് അറിയില്ലെങ്കിൽ പോലും തെറ്റുണ്ട് എങ്കിൽ അത് മനസ്സിലാക്കാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ RCs സോൾവ് ചെയ്യുന്നതിൻ്റെ എണ്ണം കൂട്ടുക. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലും അതുപോലെ തന്നെ പ്രാക്ടീസ് മോക്കിലും ഒക്കെ ഫ്രീ ആയിട്ട്, ടെക്സ്റ്റ് ബുക്കിൽ ഫ്രീ അല്ല, അല്ലാണ്ട് പ്രാക്ടീസ് മോക്കിലൊക്കെ ഫ്രീ ആയിട്ട് ടോപ്പിക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. സോ ലുക്ക് ഹിയർ, ഇവിടെ പ്രിലിംസിൻ്റെ ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ടോപ്പിക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ഓക്കെ, പാരാജമ്പിൾസിനുണ്ട്, ക്ലോസ് പാസേജിനുണ്ട്, വൊക്കാബുലറീസിനുണ്ട്, RC ഉണ്ട്, ക്ലോസ് പാസേജ് ഉണ്ട്, അങ്ങനെ പലതുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ നമ്മൾക്ക് കുറേ RCs ലഭിക്കും, അതും ഫ്രീ ആയിട്ട് തന്നെ. അപ്പോൾ നിങ്ങൾ ആരും ഇത് യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ അത് യൂസ് ചെയ്യുക. അത് നല്ലൊരു സോഴ്സാണ്. കാരണം ക്വിസിൻ്റെ രൂപത്തിൽ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം, നമ്മളുടെ പ്രാക്ടീസിനെ അത് ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ ഇപ്പോൾ ഉള്ള ടൈമിൽ RCസിന് കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇംഗ്ലീഷിൻ്റെ കേസിൽ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പാരാജമ്പിൾസ് എന്ന് പറയുന്നത്. കാരണം RCs ഒരു 9 to 10 ക്വസ്റ്റ്യൻസ് അടുത്ത് തന്നെ ഉണ്ടാകും. അപ്പോൾ അത്രയും മാർക്സ് ആ ഒരു RC ഡീകോഡ് ചെയ്യാൻ മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ പാരാജമ്പിൾസിലും ഒരു 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു പാസേജ് ആ ഒരു സെൻറ്റൻസ് ഫുള്ളി റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 5 മാർക്സ് ഉടനടി തന്നെ നമ്മൾക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ ഡീകോഡ് ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ആ 5 റോങ് ആയി പോവുകയാണെങ്കിൽ അത്രയും നെഗറ്റീവ്സും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് പാരാജമ്പിൾസും അവൈലബിൾ ആണ്. പാരാജമ്പിൾസും ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയുള്ള ടൈമിൽ വൊക്കാബിന് പ്രാധാന്യം കൊടുക്കണോ, ഗ്രാമറിന് പ്രാധാന്യം കൊടുക്കണോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനിയും ഉള്ള സമയത്തിൽ 120 റൂൾസിൻ്റെ ഗ്രാമേഴ്സൊക്കെ പഠിക്കുക, അതുപോലെ തന്നെ അത് റിവൈസ് ചെയ്യുക. അതൊക്കെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല എങ്കിൽ. അപ്പോൾ ഇപ്പോഴുള്ള സമയത്ത് ഗ്രാമറിൽ റൂൾസിനൊന്നും കൂടുതൽ പ്രാധാന്യം കൊടുക്കണ്ട, അതുപോലെ തന്നെ വൊക്കാബിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കണ്ട. നിങ്ങൾ RC വായിക്കുക, RCs സോൾവ് ചെയ്യുക. ഇതല്ലാണ്ട് വേറെയും സോഴ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇത് സ്മാർട്ട് കിഡയുടെ ഫ്രീ ക്വിസസിൻ്റെ സെക്ഷനാണ്. ഇവിടെയും നമ്മൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജസ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് ഫ്രീ ആയിട്ട് ഒന്നെങ്കിൽ PDF ഫോമിലോ അല്ലെങ്കിൽ ക്വിസസിൻ്റെ ഫോമിലും നമ്മൾക്ക് എന്ത് കിട്ടും, റീഅറേഞ്ച്മെൻറ്റ് സെൻറ്റൻസസ് കിട്ടും, അതുപോലെ തന്നെ കോംപ്രഹെൻഷൻ ടെസ്റ്റ് കിട്ടും. ഇതൊക്കെ ലഭിക്കുന്നതാണ്. ഇതൊക്കെ നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഇതും ചെയ്ത് നോക്കുക. ഇതിവിടെ 14 നമ്പേഴ്സ് സെറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ലെവൽ ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇത് ദെൻ അടുത്ത് ഞാൻ പറഞ്ഞാണ് ടെക്സ്റ്റ് ബുക്ക് പെയ്ഡ് ആണ്. അപ്പോൾ അത് പെയ്ഡായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കും. അതല്ല എങ്കിൽ ഈ സ്മാർട്ട് കിഡയുടെ ഈ ക്വിസസ് ചെയ്ത് നോക്കുക. അതല്ലാണ്ട് പ്രാക്ടീസ് മോക്കിൽ ചെയ്ത് നോക്കുക. ഇതൊക്കെ നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ക്ലോസ് ടെസ്റ്റ്. ക്ലോസ് ടെസ്റ്റിലും നിങ്ങൾ എന്ത് ചെയ്യണം, അതും ആ ഒരു ഫുൾ
പാസേജ് വായിച്ച് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻസ് ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതായിരിക്കും? RCs പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഗ്രാമർ ശരിയാവും. അതുപോലെ തന്നെ ക്ലോസ് ടെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു രീതികൾ നമുക്ക് മനസ്സിലാവും. ദെൻ സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു 5 മാർക്സ് കിട്ടും. അപ്പോൾ മോസ്റ്റ് പ്രൈമറി ആയിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം RCs പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെ റുട്ടീൻ എന്താവണം എന്ന് വെച്ചാൽ RCs ഒരു 5 സെറ്റെങ്കിലും, മിനിമം ഒരു 5 സെറ്റ് RCs എങ്കിലും ചെയ്ത് നോക്കുക. ദെൻ ഗ്രാമർ റൂൾസ് അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും ഓക്കെ, ഒരു 5 ക്വസ്റ്റ്യൻസ് വരുന്നതിൽ നമ്മൾക്ക് അറിയാവുന്ന കോമൺ ആയിട്ടുള്ള കുറേ എറേഴ്സ് വരും. അത് ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് പല ക്വസ്റ്റ്യൻസ് പല സെറ്റിൽ നിന്നും സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ ആ ടൈപ്പ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒരു 5 ഇതിൽ ഒരു 3 എണ്ണമെങ്കിലും നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റുവാണെങ്കിൽ അതൊരു ബോണസ് ആണ്. ഓക്കെ, ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഗസ് വർക്ക് ചെയ്യാതിരിക്കുക. ടെസ്റ്റ് ചെയ്യുന്നത് കൂടാതെ സെക്ഷണൽസിനും പ്രാധാന്യം കൊടുക്കുക. സോ ഇതാണ് എൻ്റെ ടെലിഗ്രാം ചാനൽ. ഇതിൽ നിങ്ങൾക്ക് ഫ്രീ PDFs ഒക്കെ അവൈലബിൾ ആകും. ഞാൻ മുൻപത്തെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. ഫയൽസിൽ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എറേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എറേഴ്സ്ന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ എറർ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ വേണമെന്നുണ്ടെങ്കിലും ഏത് ടോപ്പിക്കാണോ വേണ്ടത് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള ടെസ്റ്റുകൾ PDFs ഇവിടെ ലഭിക്കുന്നതായിരിക്കും. സോ അത്രയുമാണുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.